ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈസൂരിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. സാൻഡ് മ്യൂസിയം, അതായത് സാൻഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് രൂപങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. എന്തൊക്കെയോ ഗിന്നസ് റെക്കോർഡൊക്കെ ഉള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ മൈസൂരിൽ നിന്ന് മെയിൻ ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ച് തരാവും നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ, കമോൺ. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് സാൻഡ് മ്യൂസിയം ഉള്ളത്. ചാമുണ്ടി ഹിൽസ് റോഡ് ഉണ്ട്, ആ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ സാൻഡ് മ്യൂസിയം ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ മണൽശില്പ മ്യൂസിയം എന്ന പ്രത്യേകത ഇതിനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തകത്ത് കയറി. 60 രൂപയാണ് ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക്. ഇവ ഇവിടെ കണ്ടില്ലേ, മണൽ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ. വലിയൊരു രൂപമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പലതരത്തിലുള്ള സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മൈസൂർ രാജാവ്, ദശാവതാരം, വിശ്വരൂപ ദർശനം, അങ്ങനെ പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, പിന്നെ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം, അങ്ങനെ ഒരുപാട് മണൽ കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മുഴുവനായിട്ടും വെള്ളവും മണലും കൊണ്ടാണ് ഇവ മൊത്തം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളതുകൊണ്ട് ഇതിന് ഗിന്നസ് റെക്കോർഡുകളുണ്ട്. ഏകദേശം 150-ലധികം ടൺ മണൽ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. എന്താല്ലേ, അടിപൊളിയല്ലേ. MN ഗൗരിയുടെ, അതായത് പ്രശസ്ത മണൽശില്പിയായ MN ഗൗരിയുടെ പ്രയത്നത്തിലാണ് ഈ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് പോലുള്ള മറ്റു റെക്കോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇവര്. ഇവിടുത്തെ ശില്പങ്ങളിൽ ഒന്ന് മൈസൂർ രാജാവിന്റെ ആണ്. ശ്രീ കണ്ഠീരവ നരസിംഹരാജ വോഡയാറുടെ വലിയൊരു ശില്പം. പിന്നെ ഉള്ളത് ദശാവതാരമാണ്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ മണലിൽ സെറ്റാക്കിയിരിക്കുകയാണ്. പിന്നുള്ളത് വിശ്വരൂപ ദർശനം, ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ വിശ്വരൂപം. പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്, കുട്ടികൾക്കായിട്ടുള്ള ടോം ആൻഡ് ജെറി, സിഡ്നി പോലുള്ള കഥാപാത്രങ്ങൾ. പിന്നെ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം, വന്യജീവികൾ, ക്രിസ്തുമസ് തുടങ്ങിയ വിവിധ തീമുകൾ ഇവിടെ കാണാം. പിന്നെ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ മേൽക്കൂരയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കറക്റ്റായിട്ടാണ്. അതിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് മുസ്ലിം കൾച്ചറിൻ്റെ ഒരു ശില്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ സ്റ്റാൻഡായിട്ട് ഉണ്ടാക്കിയാണ്. കുറേ പക്ഷികളൊക്കെ വരെയാണ്. ആകുമ്പോൾ ഒരു ലോഡിൽ ഉപയോഗിച്ചു. ഫുഡ് കൊടുക്കാൻ നമുക്ക് ഇതിനുള്ളിൽ കയറാനൊക്കെ പറ്റും. അതിന് ഫീസൊക്കെ വേറെ ഉണ്ട്. ഇവിടെ ഇതൊരു ഫോട്ടോ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുക തോന്നുന്നു. ചെറിയൊരു ഏരിയ ആണിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 10-20 മിനിറ്റിനുള്ളിൽ കണ്ടുവന്ന് ഇറങ്ങാനുള്ള ചെറിയൊരു സെറ്റപ്പാണിത്. പക്ഷെ നമ്മളീ പറയുന്ന പോലെ വളരെ അത്ഭുതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയ, അല്ലെങ്കിൽ മണൽ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് മൈസൂരിലെ ഈ ഒരു പ്ലേസ്. പിന്നെ ഇപ്പൊ ഈ ഒരു നേരത്തെ അധികം തിരക്കൊന്നുമില്ല. ഇന്ന് പിന്നെ തിങ്കളാഴ്ചയാണ്, അധികം തിരക്കൊന്നുള്ളൊരു സമയമല്ല ഇപ്പോ. മഹാഭാരത, കൃഷ്ണനും അർജുനനും അതിൻ്റെ സ്റ്റാൻഡാർഡ്. കൂടുതലും ഗൂഗിളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ പ്ലേസുകളൊക്കെ കാണുക. ഇവിടെ എന്താ കണ്ടില്ലേ, ഗണപതിയുടെ വലിയൊരു രൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് ചെറുകിട കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ
ഫുഡ് കോർട്ടൊന്നല്ല, ചെറുകിട ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള കടകളൊക്കെ ആ സൈഡിലുണ്ട്. ഇവിടുത്തെ ചെറിയ രീതിയിൽ ഓരോ പ്രതിമകളൊക്കെ ഉള്ള കടകളും അങ്ങനെയുള്ള ടോയ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ചെറിയ സ്റ്റാളുകളൊക്കെ ഈ സൈഡിലുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ വിടുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.